ബഹ്റൈനിൽ മൈഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ബഹ്റൈൻ്റെ എംബസി അറ്റസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം? അത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഫുൾ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ ചെയ്യണം, എത്ര ദിവസം എടുക്കും എന്നൊക്കെ ഉള്ള ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതിൽ ഫുള്ളായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ബഹ്റൈൻ എംബസി അറ്റസ്റ്റേഷൻ അപ്പോൾ എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങൾ ബഹ്റൈൻ NHRയുടെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ബഹ്റൈൻ്റെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്, സെക്കൻഡ്ലി നോൺ എഡ്യൂക്കേഷണൽ ആൻഡ് പിന്നെ കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സ്. എഡ്യൂക്കേഷണൽ എന്ന് പറയുമ്പോൾ SSLC മുതൽ മുകളിലോട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും വരും. നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ +2, പിന്നെ ഡിഗ്രി, ഡിപ്ലോമ, IT സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടോ അതെല്ലാം എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ഒറിജിനൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, നിങ്ങളുടെ ഏതാണോ സർട്ടിഫിക്കറ്റ് പ്ലസ് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇത്രയാണ് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഒരു ഡ്യൂറേഷൻ 15 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കും ബഹ്റൈൻ എംബസി കഴിഞ്ഞ് വരാനായിട്ട്. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അറ്റസ്റ്റേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ HRD ചെയ്യുക. HRDയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ HRD എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് പഠിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഡോക്യുമെൻറ്റിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. വിത്തിൻ കേരള പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നോർക്ക അറ്റസ്റ്റേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ ചെയ്യുക, പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്യുന്നു, ഫൈനലി ബഹ്റൈൻ എംബസി, അത് ഡൽഹിയിൽ നിന്നായിരിക്കും ചെയ്തെടുക്കുന്നത്. നോൺ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എഡ്യൂക്കേഷൻ അല്ലാത്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ഹോം MEA ബഹ്റൈൻ എംബസി, അല്ലാന്നുണ്ടെങ്കിൽ SDM MEA ബഹ്റൈൻ എംബസി, ഇങ്ങനെ ആയിരിക്കും ചെയ്തു വരുന്നത്. കേരളത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കേരള ഹോം MEA ബഹ്റൈൻ എംബസി. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഹോം, അല്ലാന്നുണ്ടെങ്കിൽ MEA ബഹ്റൈൻ എംബസി, അങ്ങനെയാണ് ചെയ്യുന്നത്. ഹോം എന്ന് പറയുമ്പോൾ HRD പോലെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. SDM ചെയ്യുന്നത്, എല്ലാവരും SDM ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഇത് ചെയ്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ HRD MEA ബഹ്റൈൻ ചെയ്ത് പോകണം, അതുപോലെ ഹോം MEA ബഹ്റൈൻ ചെയ്ത് പോകാം, വെദർ ഇറ്റ് ഇസ് എഡ്യൂക്കേഷണൽ ഓർ നോൺ എഡ്യൂക്കേഷണൽ. ഓക്കെ, ദെൻ പിന്നെ നോൺ എഡ്യൂക്കേഷനിലായാലും 15 വർക്കിംഗ് ഡേയ്സ് ആണല്ലോ ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ അറ്റസ്റ്റേഷൻ. അതെ, കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ഫേം ആണ്, എന്ത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലർക്ക് പ്രോഡക്റ്റ് സെല്ലിംഗ് ആയിരിക്കും, ചിലർക്ക് സർവീസ് സെല്ലിംഗ് ആയിരിക്കും. ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് വരുന്നത്. ഇപ്പോൾ മിക്ക ഫേംസിനും പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഓഫ് കൺസൈൻമെൻറ്റ്, പിന്നെ പവർ ഓഫ് അറ്റോർണി ഓഫ് ദി ഫേം, ഇതൊക്കെയാണ് കൊമേഴ്ഷ്യലിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാജ്യത്ത് എന്തെങ്കിലും അതിൻ്റെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലാണ് ഈ അറ്റസ്റ്റേഷൻ, കൊമേഴ്ഷ്യൽ അറ്റസ്റ്റേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. അത് മുംബൈയിൽ നിന്നുള്ള ചേംബർ ഓഫ് കൊമേഴ്സ് വഴി ചെയ്യും, പ്ലസ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഫൈനലി ബഹ്റൈൻ്റെ കോൺസുലേറ്റ് മുംബൈ വഴിയായിരിക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബഹ്റൈൻ എംബസിയെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. കമൻസിൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ സർവീസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബഹ്റൈൻ എംബസിയിലേക്ക് ഡയറക്റ്റ്ലി പോയി ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഒരിക്കലും അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ട്രാവൽ ഏജൻസീസ് അങ്ങനെയുള്ള കൺസൾട്ടൻസീസ് ത്രൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ വളരെ ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡോക്യുമെൻറ്റിൻ്റെ സേഫ്റ്റിയും കൂടെ നമ്മൾ എൻഷുർ ചെയ്യുക. വെനെവർ വി ചൂസ് എനി ഏജൻസി, നമ്മുടെ ഡോക്യുമെൻറ്റ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഹാൻഡിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കൺഫർമേഷൻ എടുക്കുക, ഓക്കെ, ബിഫോർ ഡൂയിങ്. സോ താങ്ക് യു ഓൾ, ബൈ.